നൈസായിട്ട് വന്ന് അടിച്ച് തിയേറ്റർ പൂരപ്പുറപ്പാക്കിട്ട് പുള്ളി പോയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമ അല്ല ലോക സിനിമയിൽ ഇതിനകത്തെ വയലൻസ് ഇൻഡസ്ട്രി കണ്ടിട്ടില്ലാത്ത സാധനങ്ങളാണ്. വയലൻസ്, നല്ല വയലൻസ് പറയുന്ന കണക്ക് തന്നെ ടോട്ടൽ വയലൻസ് ആണ്. ഒരു രക്ഷയില്ല, സൂപ്പർ സാധനം. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പക്ക വയലൻസ് പ്രതീക്ഷിച്ചല്ല. മലയാളം ഇൻഡസ്ട്രി കണ്ടിട്ടില്ലാത്ത സാധനങ്ങളാണ് അനീഫ് അതിനെ ഒരുക്കി വെച്ചേക്കുന്ന ഉണ്ണിമൂന്നിന്റെ 1 man ഷോ. പക്ക സാധനം, പീക്ക് ഐറ്റം കത്തി. സൂപ്പർ പടം എന്ന് വെച്ചാൽ പടം കൊടുക്കുന്ന പൈസക്ക് നമ്മൾ മുതലാണ്. കാരണം അവര് നല്ല രീതിയിൽ ഹാർഡ് വർക്ക്, നല്ല രീതിയിൽ എഫേർട്ട് ആയിട്ട്. പക്ഷെ ബ്രൂട്ടൽ ആയിട്ടുള്ള കുറെ സീൻസും വയലൻസ് സീൻസ് ഉണ്ട്, അത് മിസ് ചെയ്യില്ല. കാരണം സെക്കൻഡ് ഹാഫിലുള്ള കുറച്ച് ബ്രൂട്ടൽ സീൻ നമുക്ക് തന്നെ മനസ്സ് കട്ടിയില്ലാതെ ഫസ്റ്റ് ഹാഫിൽ കാണുമ്പോൾ നമ്മൾ ചോദിക്കും എന്തിനകത്ത് 18 വയസ്സ് താഴെയുള്ളവർക്ക് അത് വലിയ സീനായിട്ട് തോന്നുന്നില്ല. ചെറിയ ചെറിയ സീനാണ്. സെക്കൻഡ് ഹാഫിൽ സീരിയസ് ആയിട്ട് പറയാം, പ്രായമുള്ളവരും 18 വയസ്സാറ് ഒരു പുള്ളം കൊണ്ടുവരും. കാരണം അവരുടെ മനസ്സും കൂടെ ഇതായി പോകും. അമ്മാരി ബ്രൂട്ടലാണ് നമുക്ക് കാണിക്കുന്നത്. ഇതിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക, അതാണ് പാട് വേറെ പടത്തിന്. പടം സൂപ്പർ പടം. അടുത്ത ടിക്കറ്റ് പറ്റുമെങ്കിൽ രാത്രി കാണാൻ നിൽക്കും. ഹെവി വയലൻസ് വെച്ചാൽ മലയാള സിനിമയിൽ ഇത് കണക്കൊരു വയലൻസ് പടം വേറെ വന്നിട്ടില്ല. വയലൻസിന്റെ അങ്ങേയറ്റം ബീജമുള്ള രവി ഭാസ്കറിന്റെ ബീജം കാര്യങ്ങളുള്ള നൈസാണ്. സിനിമാറ്റോഗ്രാഫിയിലെ ടോപ്പ് നോച്ച് മലയാളം ഫിലിമിൽ ഇത് കണക്കൊരു പടം ടോപ്പ് നോച്ച് ആണ്. ടെക്നിക്കലി ഭയങ്കര തന്നെ പടം. ഫൈറ്റ് സീക്വൻസ് എല്ലാം അടിപൊളി ഒരു രക്ഷയില്ല. പണം കേട്ടില്ലെന്ന് പറഞ്ഞ ഇന്ത്യൻ സിനിമ അല്ല ലോക സിനിമയിൽ ഇതിനകത്തെ വയലൻസ് വേറൊന്നുമല്ല. അവര് പറഞ്ഞതുപോലെ തന്നെ പിള്ളേരുമായിട്ട് വന്നു കഴിഞ്ഞാൽ വലിയവർക്കും വയലൻസ് ചെറുതായിട്ട് പോലും സഹിക്കാൻ പറ്റാത്തവര് വേറെ വയലൻസ് നമ്മുടെ ഉണ്ടല്ലോ KGF-ല് റോക്കി ബായി കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം റോക്കി ബായ നമ്മുടെ ഉണ്ണിമുതം ഭയങ്കര പ്രസൻസ്, അടിപൊളിയായിട്ടുണ്ട്.